പിന്നെയാണ് ഹോമം. എത്ര പേരാണ് രാവണനെ ഉപദേശിച്ചു, എന്നിട്ട് എന്താ കാര്യം? ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയൊക്കെ ആജ്ഞ അനുസരിച്ച് ഹനുമാൻ, അങ്കൻ തുടങ്ങിയുള്ളവർ 100 കോടി വാനരപ്പടയായിട്ട് വലിയ മതിൽ കയറി കിടന്ന് രാവണന്റെ കൊട്ടാരത്തിലെത്തിയും ദ്വാരകാലന്മാരെ വധിച്ചു. ഓ, ആനകൾ, കുതിരകൾ അങ്ങനെ തകർക്കാം. കണ്ണുമടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന രാക്ഷസരാജനെ കണ്ടിട്ട് വാനരന്മാര് രാവണ ഭൃത്യന്മാരെ പിടികൂടി ഉപദ്രവിച്ചു. ഹോമത്തിനൊരുക്കിയിരുന്ന സാധനങ്ങളെല്ലാം വാരി വധിച്ച് നശിപ്പിച്ചു. ഗർഭച്ചരട് വലിച്ചു പൊട്ടിച്ചു. മഹാസുഖം ഹനുമാൻ പിടിച്ചു വാങ്ങി. അതുകൊണ്ട് തന്നെ പലരെയും പ്രഹരിച്ചു. പല്ലും നഖങ്ങളും കൊണ്ട് രാവണന്റെ ശരീരം ഹനുമാൻ കീറി മുറിച്ചു. എന്നിട്ടും വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഹോമം നടത്തുന്നത് രാവണൻ. ധ്യാനത്തിന് ഇതുകൊണ്ടൊന്നും ഭംഗമുണ്ടായില്ല. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മടിക്കുത്തഴിച്ചു. വിവസ്ത്രയ മണ്ഡോദരി ഭയന്ന് അലമുറയിട്ട് കരഞ്ഞു. ദൈവമേ, ഈ കുരങ്ങന്മാരുടെ തല്ലുകൊള്ളാൻ എന്ത് പാപാണ് ഞാൻ ചെയ്തത്? രാക്ഷസരാജാവേ, അങ്ങക്ക് നാണമില്ലേ? അങ്ങ് വലിയ അഭിമാനിയല്ലേ? അങ്ങയുടെ മുന്നിലിട്ട് വാനരന്മാരെൻ്റെ തലമുടി ചുറ്റിപ്പിടിച്ചു നിലത്തെട്ട് വലിക്കുന്ന കാണുന്നില്ലേ? എന്താണ് അങ്ങയുടെ മനസ്സിലിരിപ്പ്? ജീവിച്ചിരിക്കണമെന്ന ആശ ഉണ്ടോ? വിധിയുടെ ശക്തി അത്ഭുതകരം തന്നെ. ഭൂമിയിൽ പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭാര്യയാണ്. അവളെ ശത്രുക്കൾ വന്ന് ഉപദ്രവിച്ച് അപമാനിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക അതിലും ഭേദം മരണമാണ്. ഭാര്യയുടെ വിലാപം, മണ്ഡോദരിയുടെ വിലാപം കേട്ട് എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടു. രാവണൻ വാളുമായി വേഗം അങ്കദന്റെ അടുത്തെത്തി. അത് കണ്ട് വാനരന്മാർ രാവണന്റെ പത്നിയെ വിട്ടിട്ട് ഗുഹക്ക് പുറത്തിറങ്ങി രാവണന്റെ ഹോമം മുടക്കിയേ എന്ന് വിളിച്ചും പറഞ്ഞുകൊണ്ട് ആർത്ത് അട്ടഹസിച്ചവർ പോയി. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസനം ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. നമുക്കുള്ള പാഠം ഇതൊക്കെ. ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. നമ്മൾ കരുതിയിരുന്നു എങ്ങനെ ഒരു കൊറോണ വരും, നമ്മളൊക്കെ എങ്ങനെ വീട്ടിൽ പൂട്ടിയിടും എന്നൊക്കെ കരുതിയിട്ടില്ലല്ലോ. ഇപ്പോൾ 6 മാസമായി നമ്മൾ പെട്ടില്ലേ ഇങ്ങനെ കസ്റ്റഡിയിൽ. ജ്ഞാനമാശ്രിത്തെ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിയ നീ. അജ്ഞാന സംഭവം, ഇതൊക്കെ എത്ര വലിയ അറിവുണ്ടെന്നറിയോ രാവണന്റെ ഉപദേശം നോക്കൂ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധുവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയ ക്രോധലോഭമോഹ സ്പൃഹാരാഗ ഹർഷാദിജരാ മൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ. അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെക്കളക നീ. ജ്ഞാനസ്വരൂപൻ ആത്മാ പരമാൻ പരൻ അദ്വൈൻ ആനന്ദപൂർണ്ണ സ്വരൂപൻ ലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിനു മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. എത്ര നല്ല ഉപദേശ! ഇതൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത്ര കേമാണ്. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവന്നല്ലായികയോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനടുതാർക്കുമേ ലോകത്രയത്തെങ്കല്ലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും. മണ്ഡോദരിയുടെ ഉപദേശം നോക്കൂ. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. മണ്ഡോദരിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് രാവണൻ പറഞ്ഞു, പുത്രന്മാർ, സഹോദരന്മാർ, മന്ത്രിമാർ, ബന്ധുക്കൾ മുതലായവരെല്ലാം ഞാൻ നിമിത്തം കൊല്ലപ്പെട്ടു. അതിനുശേഷം ഞാൻ കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുന്നത് നല്ലതല്ല. വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുകയില്ല. ശ്രീരാമനോട് പൊരുതി ഞാൻ വൈകുണ്ഠ രാജ്യത്തിലെത്തും ആണ് ഇവിടെ. ഇനിയാണ് രാമരാവണ യുദ്ധം, നേരിട്ടുള്ള യുദ്ധം, അവസാനത്തെ യുദ്ധം. അതോടുകൂടി തീരുക. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടതു രാവണൻ. മണ്ഡോദരിയുടെ ആ സതുപദേശം തൻ്റെ പ്രാണേശ്വരൻ്റെ ശരീരം തടവിക്കൊണ്ട് മണ്ഡോദരി അനുനയ സ്വരൂപത്തിൽ ഉപദേശിക്കുന്ന രംഗം വളരെ പ്രധാനമാണ്.
നാഥ, ഞാൻ പറയുന്നതങ്ങ് കേൾക്കണം. തെറ്റായ മാർഗത്തിൽ ചരിക്കാൻ ഞാൻ അങ്ങയെ ഇതുവരെ ഉപദേശിച്ചിട്ടില്ല. രാഘവനെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ആരാണ് ഈ മണ്ടോദരി? പഞ്ച കല്യാണിമാരിൽ ഒരാളാണ് താരയും മണ്ടോദരിയൊക്കെ. ആ, സാധ്യമല്ലാത്ത കാര്യത്തിന് വേണ്ടി ഒരുമിടുന്നത് ബുദ്ധിശൂന്യതല്ലേ? നേരത്തെ ഇത് വാനരന്മാർ പറയുന്നുണ്ട്, ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം ആണ്. ഇതേവരെയുള്ള അനുഭവം കൊണ്ട് രാമന്റെ മഹത്വം അങ്ങക്ക് ബോധ്യപ്പെട്ടതല്ലേ? ആരാണ് അദ്ദേഹം? ജഗന്മനായ ശ്രീ നാരായണമൂർത്തിയുടെ അവതാരമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ അവതാരം. ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാണ് അവതാര ഉദ്ദേശ്യം. അങ്ങയെ നിഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നത്. അങ്ങ് ഓർമ്മിക്കണം, അങ്ങയ്ക്കും പുത്രമിത്രാദികൾക്കും വംശത്തിനും നാശത്തിനു വേണ്ടിയാണ്. അങ്ങ് ജാനകീദേവിയെ അപഹരിച്ചത് അതിനുവേണ്ടി തന്നെയാണ്. അല്ലാതെ മറ്റെന്താവശ്യം അതുകൊണ്ടങ്ങ് സാധിച്ചു? കാമലമ്പടത്വം കൊണ്ട് രംഗ നശിപ്പിച്ച പടു അങ്കനെന്ന് ദുഷ്കീർത്തിക്കങ്ങ് പാത്രമായി തീരും. ആയിക്കഴിഞ്ഞു ഇപ്പം തന്നെ. അതുകൊണ്ട് ജനകാത്മജയെ, സീതാദേവിയെ ആ പുണ്യം പുരുഷന് കാലടികളിൽ വെച്ച് കാഴ്ചവെച്ച് തപസ്സിന് പോകുന്നതാണ് ഭേദം. ഞാനും കൂടെ വരാം. ഇതേവരെ ചെയ്ത പാതകങ്ങളെല്ലാം തപസ്സുകൊണ്ട് നമുക്ക് പരിഹരിക്കാം. ഈ രാജ്യം രാമഭക്തനായ വിഭീഷണൻ ഭരിക്കട്ടെ. അത്രി മഹർഷിയുടെ ശാപൊക്കെ, നന്ദികേശ്വരൻ്റെ ശാപൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. ഇപ്പം രാവണൻ പറയണു, ഇപ്പം രാവണൻ്റെ സ്വരമൊക്കെ മാറി. ഹേ മണ്ടോദരി, നീ പറഞ്ഞത് കാര്യമാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ സമയം വൈകിപ്പോയി. പുത്രമിത്രാദികളെയും സോദരന്മാരെയും എല്ലാവരെയും, ബന്ധുക്കളെയും അമാത്യന്മാരെയും സേനാപതികളെയും എല്ലാം മൃത്യുവിന് ഇരയാക്കിയതിനു ശേഷം ഞാൻ മാത്രം തനിച്ചെന്തിന് ജീവിക്കണം? അത് ശരിയാണ് പറയുന്നത്. അതൊരു വീരപ്രവൃത്തിയാണോ? പൗരസ്ത്യതനയന് യോജിച്ച പൗരുഷമാണോ അത്? അല്ല, ഒരിക്കലുമല്ല. ആ ഹീനമായ ജീവിതത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എനിക്ക് മരണം. ഏതായാലും വരുന്ന പോലെ വരട്ടെ. ഞാൻ യുദ്ധത്തിന് പോവാണ്. രാവണൻ ഭീരുവല്ല. ഈശ്വരാനുകൂല്യമുണ്ടെങ്കിൽ ഇനിയും നമുക്ക് തമ്മിൽ കാണാം. പോയി ധന്യമാരെയും സുലോചനയെയും ക്ഷമാസിച്ചു. സുലോചന വല്ലാത്ത വിഷമത്തിലാണ്, ഇന്ദ്രജിത്തിന്റെ ഭാര്യ. ആ വിലാപമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. ധന്യമാലയുടെയും സുലോചനൻ്റെ ഒക്കെ വിലാപം വല്ലാതെ ഉണ്ടാവുക. ഞാൻ മരിച്ചുപോയാൽ സീതയെ നീ ഒരിക്കലും ദ്രോഹിക്കരുത്. അവൾ പരിശുദ്ധയാണ്. എപ്പോഴാണ് ഇത് പറയണത്? ഇപ്പോഴാണ് പറയണത്. നേരത്തെ പറഞ്ഞെന്താ? നീ അവളെ കൊല്ലണം എന്നാണ്. വിഭീഷണ ഭക്തിയായ സരമയും പുത്രി ത്രിജടയും കുംഭകർണ ഭക്തിയായ ദൗഹിത്രിയും ഒരുമിച്ച് നിങ്ങൾ സ്വരുമയോടെ ജീവിക്കണം. ലോകാവസാനം വരെ ഞാനുണ്ടാകും, മരിച്ചാലും എന്നാണ് രാവണൻ പറയുന്നത്. രാവണത്വം ഉണ്ടാവും. അതെ, അങ്ങനെ ഉപദേശിച്ച് രാവണൻ മണ്ടോദരിയെ അന്തഃപുരത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടാണ് ദശഗ്രീവൻ ശേഷിച്ച 10 സേനാപതികളോടും മന്ത്രിമാരോടും വലിയൊരു പടയോടും കൂടി വാദ്യഘോഷങ്ങളോടും കൂടി ഭേരി നിനാദങ്ങളൊക്കെ മുഴക്കി യുദ്ധത്തിന് പുറപ്പെടുന്നു. അതുകണ്ട് വിഭീഷണൻ രാമനോട് പറഞ്ഞു, ഈ വരുന്നതാണ് രാവണന് ശേഷിച്ച സൈന്യങ്ങൾ, ബാക്കിയെല്ലാം ചത്തുറങ്ങി. ഹോമവിഹിതം നേരിട്ടതിന് ശേഷം രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചാണ്. അപ്പം രാമൻ പറഞ്ഞു സുഗ്രീവനെ നോക്കിയിട്ട്, സുഗ്രീവ, നിങ്ങളാരും ഇപ്പോൾ അടരാണമെന്നില്ല. രാവണനുമായിട്ട് പോരാടാൻ ഞാൻ ഒരാൾ മാത്രം മതി. രാവണനുമായിട്ടുള്ള യുദ്ധം എൻ്റെ മുറയാണ്. രാക്ഷസന്മാരെ ആരെയും ഇനി വധിക്കണമെന്നില്ല. ലങ്ക ശൂന്യമാകരുതല്ലോ. രാവണവധം മാത്രമാണ് നമ്മുടെ കർത്തവ്യം. അത് ഞാൻ നിർവഹിച്ചോളാം. അവിടെ യുദ്ധം ഉഗ്രമായി നടക്കാൻ തുടങ്ങി. എത്ര രാക്ഷസന്മാരുണ്ടോ അത്രയും രാമന്മാരും പടക്കളത്തിൽ കണ്ടതുപോലെ തോന്നി. ഓരോ നക്തഞ്ചരനും തന്നോട് തീർക്കുന്ന രഘുപതിയാണെന്നുള്ള തോന്നലുണ്ടായി. 12 നാഴിക നേരം പങ്ക്തിരഥപുത്രനും പങ്ക്തി ഗന്ധർവനും പൊരിഞ്ഞ യുദ്ധം. ഒരു നിമിഷത്തിൻ്റെ ഇൻ്റർവെല്ലില്ല, ഒട്ടുമില്ല. ആനകളും കുതിരകളും തേരുകളും മറിഞ്ഞ് പോർക്കളം കോതൻ്റെ മണിനാഥം 12 നാഴിക നേരവും മുഴങ്ങിക്കൊണ്ടിരുന്നു. രാമരാവണ യുദ്ധം കാണാൻ ദേവഗന്ധർവ ഗംഭീരന്മാരൊക്കെ ആനവീഥിയിൽ തടിച്ചുകൂടിയിരിക്കുക. രാമരാവണ യുദ്ധത്തിന് സമം രാമരാവണ യുദ്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് സാധാരണ സാഹിത്യത്തിൽ പറയാറില്ലേ? ഉണ്ട്. ജയഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവന്മാർ. രാക്ഷസ സ്ത്രീകളുടെ ദീനവിലാപം. ലങ്ക മുഴുവൻ മുഖരിതമായി കൊണ്ടിരിക്കുന്നു. രാമൻ നിലത്ത് നിന്നും രാവണൻ രഥത്തിൽ നിന്നുമാണ് യുദ്ധം. ഹനുമാൻ ഉടനെ സ്വാമി അടിയൻ്റെ കണ്ഠത്തിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്താലും ഇനിമേൽ രാമരഥം ആഞ്ജനേയനാണ്. വേണ്ട മാരുതി, ഞാൻ നിലത്ത് നിന്നുകൊള്ളാം. ഭൂമിയാണ് എൻ്റെ രഥം.
ഹനുമാന്റെ നിർബന്ധം പറഞ്ഞപ്പോൾ തയ്യാറായി. അങ്ങനെയാണ് ഈ പോർഷൻ ഞാൻ പറഞ്ഞാണ്. അപ്പോഴാണ് പറയുന്നത്, താങ്കൾ യുദ്ധം ചെയ്ത് ക്ഷണിച്ചിരിക്കണു, പോയി വിശ്രമിച്ചു വരൂ, അങ്ങനെ രാവണനെ പറഞ്ഞേക്കണം. നാണക്കോടാണെങ്കിലും രാവണൻ പോവാണ്. രാവണൻ രഥത്തിലും രാമേന്ദ്രൻ നിലത്ത് നിന്നിരണമാണെന്ന് കണ്ടിട്ടാണ് ദേവേന്ദ്രൻ സാരഥിയെ വിളിച്ച് പറഞ്ഞത്, മാതലി, ലോകരക്ഷകനായ ഭഗവാൻ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി നഗ്നബോധനായി നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുക, ഇത് ശരിയല്ല. ലോകകണ്ടകനായത് ദശകണ്ഠനോട് ഉടൻ മാരുതി തേരും കൊണ്ട് എത്തി. ഇന്ദ്രാജ്ഞ അനുസരിച്ച് മാതലി വന്നു. രാമൻ സാരഥിയെ വണങ്ങി ദേവരഥത്തിൽ പ്രവേശിച്ചു. അതോടെ രണവീര്യം വർദ്ധിച്ചു. ദേവേന്ദ്രന്റെ രഥം എന്താ അത്, ആ സന്ദർഭം അത്യുഗ്രശേഷിയുള്ള രാക്ഷസാസ്ത്രം രാമന്റെ നേർക്ക് പ്രയോഗിച്ചു രാവണൻ. ആ ബാണം സർപ്പങ്ങളായി മാറി. ദാശരഥിയുടെ മാറിലേക്ക് ചീറിപ്പാഞ്ഞു. അപ്പം തന്നെ ഗരുഡവാഹനൻ വൈനതയാസ്ത്രം പ്രയോഗിച്ച് ആ നാഗവീശയങ്ങളൊക്കെ നശിപ്പിച്ചു. ഉടൻ രാവണനൊരു ഗന്ധർവാസ്ത്രം തൊടുത്തുവിട്ടു. രാമൻ അതേ അസ്ത്രം തന്നെ അങ്ങോട്ടും പ്രയോഗിച്ച് അതിനെ നിർജ്ജീവമാക്കി. ദശകണ്ഠനപ്പോൾ മയദത്തമായ ശൂലം രഘുപതിയുടെ നേർക്കെറിഞ്ഞു. അത്ഭുത ശക്തിയുള്ളതാണ് ആ ശൂലം. പാഞ്ഞടുത്തു രാമൻ്റെ അടുത്ത്. രാമേന്ദ്രസ്വാമി ഇന്ദ്രദത്തമായ വേലെടുത്ത് ഇന്ദ്രാരിയുടെ നേർക്ക് പ്രയോഗിച്ചു. ആ വേല് രാവണശൂലത്തിൽ തട്ടി അതിനെ ഖണ്ഡിച്ചു. രാമന്റെ ശരങ്ങളേറ്റ് എത്രയാണ് രാക്ഷസർ പിന്നെ തളർന്ന് വീണു. ഒക്കെ പിന്നെ രാമന്റെ വിമോഹന ഗാത്രം മൂടി കംപ്ലീറ്റ് അസ്ത്രങ്ങളെ കൊണ്ട് രാവണന്റെ ശരസമൂഹങ്ങൾ വൈഷ്ണവാസ്ത്ര തേജസ് കൊണ്ട് നിഷ്ഫലങ്ങളായി പൊഴിഞ്ഞ് താഴെ വീഴുക. അത് കണ്ട് രാവണൻ കോപാന്ധനായി. രാമേന്ദ്രനെ ഇടത്തിൽ കൊണ്ടുപോയി നിർത്താൻ സാരഥിയോട് പറഞ്ഞു. തേരെ എടുത്തോടുകൂടി അതിൻ്റെ ധ്വജം സൗമിത്രി എയ്ത് മുറിച്ച് താഴെയിട്ടു. വിഭീഷണന്റെ കയ്യിൽ ഗതയായുള്ളത്, അതുകൊണ്ട് വാജികളെ അടിച്ചു. കോപവൈരാഗ്യം രാവണന്റെ മുഖത്തങ്ങോട്ട് അഗ്നി പോലെയുണ്ട്. പെട്ടെന്ന് രാമനൊരു ഇന്ദ്രബാണം തൊടുത്തുവിട്ട് ആ വേലിനെ തെറിപ്പിച്ചു. രാവണ അസ്ത്രത്തിൽ തിരിച്ചെത്തി. നോക്കുവായൽ ആ ഖലൻ ലക്ഷ്മണന്റെ നേർക്ക് പ്രക്ഷേപിച്ചു. സൗമിത്രി തൽക്കാലം ബോധരഹിതനായി വീണു. രാമഭദ്രൻ ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല, ലക്ഷ്മണനെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് രാവണന്റെ രഥത്തിനടുത്തേക്ക് നീങ്ങി. ആ സമയം മാതലിക്ക് 4-5 രാവണങ്ങളേറ്റു, രാവണന്റെ ബാണങ്ങൾ. പിന്നെയാണ് രാവണൻ താമസാസ്ത്രം അഭിമന്ത്രിച്ച് രാമന്റെ കളയവരത്തം ലക്ഷ്യമാക്കി വിന്യസിച്ചത്. ദാശരഥി ഒരു പാവകാസ്ത്രം കൊണ്ട് അതിനെ നിഷ്പ്രഭമാക്കി. അങ്ങനെ യുദ്ധം വീക്ഷിക്കാൻ ദേവന്മാരോടുകൂടി ആകാശതലത്തിൽ അഗസ്ത്യമുനി മാമുനീന്ദ്രൻ അവിടെയുണ്ട്. രാമന് ശത്രുവര ശക്തമായ ആദിത്യ ഹൃദയ മന്ത്രം അപ്പോഴാണ് ഉപദേശിക്കുന്നത്. ആ മന്ത്രം 3 തവണ ജപിച്ചാൽ വിജയൻ സുനിശ്ചിത ധരിപ്പിച്ച് അനുഗ്രഹങ്ങളൊക്കെ നൽകി ആ കുംഭസംഭവൻ തിരുബോധനായി. അതിഗംഭീരമായിട്ട് യുദ്ധം നടക്കുമ്പോഴാണ് യുദ്ധത്തിൽ അല്പം ക്ഷീണം തോന്നി രാമന്. അവൻ നിൽക്കുന്ന ദേവതകളോടൊപ്പം യുദ്ധം കാണാൻ വന്ന ഭഗവാൻ അഗസ്ത്യ മഹർഷി രാമന്റെ അടുത്തെത്തി. രാമരാമ മഹാബാഹോ, സനാതനമായ രഹസ്യം കേട്ടുകൊണ്ടാലും വത്സ, പോരിൽ നീ വൈരികളെയെല്ലാം വെല്ലും. സർവശത്രു വിനാശകവും പുണ്യവും അക്ഷയവും പരമമംഗളദായകവുമായ ആദിത്യ ഹൃദയ മന്ത്രത്തിന്റെ ജപം നിത്യം ജയാവഹമാണ്. സർവമംഗളങ്ങൾക്കും മംഗളമരുളുന്നതാണ്. സർവപാപ പ്രണാശകമാണ്. യുദ്ധ ശോകനാശകമാണ്. ആയുർവർദ്ധകമാണ്. ഉത്തമമാണ്. അത് ഉപദേശിക്കുന്ന ആ ഘട്ടത്തിലാണ്. തത്തോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സംഭവസ്ഥിതം ദൈവതൈച്ച സമാഗമ്യ ദൃഷ്ടുമഭ്യാഗതോ ഋണമുപാഗമ്യ ബ്രവീത് രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി. രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം യേന സർവാനരീൻ വത്സാ സമരേ വിജയിഷ്യസി. ആദിത്യഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാവഹം ജവേ നിത്യം അക്ഷയ്യം പരമം ശിവം സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം ചിന്താശോകപ്രശമനം ആയുർവർദ്ധനമുത്തമം
രശ്മിമന്തം സമുദ്യന്തം ദേവാസുര നമസ്കൃതം പൂജയസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം തുടങ്ങിയിട്ടുള്ളതാ. രശ്മിമാനും ഉദിച്ചു വരുന്നവനും ദേവാസുര നമസ്കൃതനും ഭുവനേശ്വരനും ഭാസ്കരനുമായി യുവസ്വാനെ പൂജിക്കുക. സർവദേവാത്മകനും തേജസ്വിയും രശ്മികൾ കൊണ്ട് രക്ഷിക്കുന്നവനും കിരണങ്ങൾ കൊണ്ട് ദേവാസുര സംഘങ്ങളെ പാലിക്കുന്നവനുമാണ് ഇവൻ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സ്കന്ദനും പ്രജാപതിയും മഹേന്ദ്രനും ധനധനും കാലനും യമനും സോമനും വരുണനും പിതൃക്കളും വസുക്കളും സാധികളും എല്ലാവരും വായുവും വന്യകളും പ്രതികളും ഒക്കെ 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 ഈ പ്രഭു തന്നെ ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു, നശിപ്പിക്കുന്നു, രശ്മികൾ കൊണ്ട് ശോഷിപ്പിക്കുന്നു ആണ്. ഇതും പറഞ്ഞ് അഗസ്ത്യൻ വന്ന വഴിയെ പോയി. ഇത് കേട്ട മഹാതേജസ്വി വിഗതശോകനായി രാമൻ പ്രീതിയോടെ നിയതമാനസനായി അത് ധരിച്ചു. ആദിത്യനെ നോക്കി ഇത് ജപിച്ച് അത്യന്തം സന്തോഷത്തോടുകൂടി 3 തവണ ആചമിച്ച് ശുദ്ധനായി രാമന് വില്ലേന്തി രാവണനെ കണ്ട് ജയം നേടാൻ സാമോദം അടുത്തെത്തി. കടുത്ത സർവ പ്രയത്നങ്ങൾ കൊണ്ടും അവന് വധിക്കാൻ ഉറച്ചു. രാവണ നിധനം മറിഞ്ഞ് സൂര്യൻ മോദമോടെ രോമാഞ്ചം പൂണ്ട് ചുരകണ മധ്യത്തിൽ നിന്നുകൊണ്ട് രാമനോട് വെമ്പിക്കൊള്ളുക എന്ന അരുളി. അതാണ് പരസൈന്യമർദ്ദകവും ഗന്ധർവ നഗരം പോലെ ആശ്ചര്യകരവും കൊടിക്കുറവ് ഉയർന്നു പറക്കുന്നതും സർവഗുണസമ്പന്നങ്ങളും ഹേമമാലാകൃതങ്ങളായ കുരകൾ പൂട്ടിയതും യുദ്ധോപകരണങ്ങൾ നിറഞ്ഞതും കൊടിമര നിരകളാർന്നതും മഞ്ഞിനെ മുഴക്കുന്നതും വാനിനെ മുഴിക്കുമോ എന്ന് തോന്നുന്നതും ശത്രുസേനാ വിനാശകനും സ്വസേനാ പ്രഹർഷകവുമായ രാവണരഥത്തെ സാരഥി വേഗം സസന്തോഷം തെളിച്ചു. രാക്ഷസരാജന്റെ വൻ കൊടിമരം വൻ തേർ ആർത്തിരമ്പി പാഞ്ഞടക്കുന്നത് ദാശരഥി കണ്ടു. എന്താ രാമരാവണ യുദ്ധത്തിന് പകരം അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നില്ല. കിളിപ്പാട്ടിൽ ആദിത്യ ഹൃദയം ഇങ്ങനെയല്ല. മൂലമതില സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്ധകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമോ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിപതാം കാന്തിരൂപായ തേ നമ. അങ്ങനെ പോണു. അത് ഇങ്ങനെ ആദിത്യ ഹൃദയം ജപിച്ചു. പിന്നെയാണ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാണ്. തിന്മയുടെ മേൽ നന്മയുടെ ജയം, ആസുരി സമ്പത്തിൻ്റെ മേൽ ദേവീ സമ്പത്തിൻ്റെ ജയം. യുദ്ധവർണ്ണനയിലും വാൽമീകി മുത്തുകൾ വിതറുന്നുണ്ട്. അതൊക്കെ പെറുക്കിയെടുക്കാൻ പോയാൽ സമയം മതിയാവില്ല, അത്രയേ ഉള്ളൂ. മാതലി ഇടക്കിടക്ക് രാമനോട് ചില കാര്യങ്ങൾ പറയുന്നു. ആ സന്ദർഭം എത്രയാ വിവരിക്കുക, എത്രയാ വായിക്കുക കളിപ്പാട്ടിൽ. എന്നരുളി ചെയ്തു വൈരിഞ്ചവസ്ത്രത്തെ നന്നായി എടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിനുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായ വിശ്വമെല്ലാം പ്രകാശിച്ചു. ഒരു സഹായകം വിശ്വാസഭക്തിയാ ജപിച്ചയച്ചു എഴുതിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു. വാരധിയിൽ പൊക്കുചോര കഴുകി മുഴുകി വിരവോടു മാരുത വേഗേൻ രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയം. അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീടിനാൻ പാരൽ മരാമരം വീണ പോലെ തൊതാ. കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാർ ഉൽപ്പന്നമോദേന വാനവരെ വരും. അർക്കഉത്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതോ പുഷ്കര സംഭവനം. തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനും നന്നായി വിളങ്ങി. ചതുർദശലോകവും താപസന്മാരും ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോട് ഓടി അകമ്പുക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. എന്നോട് അഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ തന്നെക്കുറിച്ചു കരയരുതേതുമേ, നന്നല്ലതു പരലോകത്തിനു സഖേ. വിഭീഷണ ദുഃഖം കണ്ടിട്ടാണ് വിഭീഷണൻ പറയണു, ഒക്കെ വിധിഫലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ. മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീര മഹാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ ദൈവത്തിന്? അതാർക്കൊഴിഞ്ഞാവതും ദേവം കരയും വിഭീഷണൻ തന്നോടു. ദേവദേവേശ്വരമരുൾ ചെയ്ത ഇതിനാണ് രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക. പാവകനെ ജ്വലിപ്പിച്ച്
ഇനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ, ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. അപ്പോഴാണ് രാമൻ പറയണില്ല, മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരനേറ്റതു പാപങ്ങൾ, അറ്റിതു പാപങ്ങൾ വൈരവും ആമരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതെന്നു നീ. വൈരമൊക്കെ അത്രയേ ഉള്ളൂ. ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജമന്ദിരം മുക്കിയതു, എന്നെ അവലോകനം ചെയ്തു നിന്നോർകളം. വിഭീഷണൻ മുനിശ്രേഷ്ഠന്മാരോടൊത്ത് ചന്ദനം സുഗന്ധ ദ്രവ്യങ്ങൾ കച്ചതയൊരുക്കി വസ്ത്രം മാല ആഭരണങ്ങൾ നോക്കൂ അലങ്കരിച്ചു വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് സ്ത്രീകളെ എല്ലാവരും ആശ്വസിപ്പിച്ചു. വിഭീഷണൻ ചെന്ന് രാമനെ നമസ്കരിച്ചു. മാതിൽ ശ്രീരാമനെ വന്ദിച്ചു ദേവലോകത്തേക്ക് പോയി. യുദ്ധം കണ്ടു നിന്നവരെല്ലാം അവരവരുടെ വസതികളിലേക്ക് മടങ്ങി. ഇവിടെ കൊണ്ട് നിർത്താം. ഇനി വിഭീഷണ രാജ്യാഭിഷേകം, തിരിച്ച് ലങ്കയിലേക്കുള്ള യാത്ര. പറഞ്ഞു വരുന്നത് ഇവിടെ രാവണവധം നമ്മുടെ മനസ്സിലാണ് നടക്കേണ്ടത്. നമ്മളിലുള്ള രാവണഭാവത്തെയാണ് ഇല്ലാതാക്കേണ്ടത്. അല്ലാതെ ലങ്കയിലെ വധം എപ്പോഴും വായിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. തിന്മയുടെ മേൽ നന്മയുടെ ജയം, ആസുരി സമ്പത്തിൻ്റെ മേൽ ദൈവീ സമ്പത്തിൻ്റെ ജയം, അത് നമ്മളിൽ നടത്തേണ്ടതാണ്, പുറത്തല്ല, ഉള്ളിലാണ് നടത്തേണ്ടത്. അത് ഓർക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യ. ഹരി ഓം.